ജോയൽ അച്ഛൻ, ട്രിവാൻഡ്രം സെന്റർ ഇൻസ്പെക്ടറായി പ്രവർത്തിക്കുന്ന ജോൺ വർഗീസ് സാർ, ട്രിവാൻഡ്രം സെന്റർ സൺഡേ സ്കൂൾ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ടിൻഡു, സെന്റർ ട്രഷറർ ടെഡ്സി, ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന വാത്സല്യമുള്ള മാതാപിതാക്കളെ, അധ്യാപകരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിന്റെ നാമത്തിലുള്ള അഭിവാദ്യങ്ങളും ഞാൻ നിങ്ങളേവരെയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഏറെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരെയും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കാണുന്നതിൽ. നല്ലൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ പ്രയാസങ്ങളൊക്കെയും ഈ ലോകത്തും നമ്മുടെ സംസ്ഥാനത്തൊക്കെ നിലനിൽക്കുമ്പോഴും വളരെ സേഫായിട്ട് ഇപ്രകാരം ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിലൂടെ കൂടി വരുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും ഈ വർഷത്തെ ഈ ഓൺലൈൻ ക്യാമ്പിൽ സംബന്ധിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഇടയായതിനായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ദൈവം എത്രയോ നല്ലവനാണ്, വിശ്വസ്തനാണ്, ദൈവം വലിയവനാണ്. ജീവിത അനുഭവങ്ങളിൽ കൂടെ എല്ലായ്പ്പോഴും നാം അത് രുചിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടൈം ഫോർ മോസ്റ്റ് ഓഫ് us. We're all going through some or the other kind of difficulties during this pandemic period. എല്ലാവരും ഭവനത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു അനുഭവം. ധാരാളം ലിമിറ്റേഷൻസ് നമുക്കുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ഈ ലിമിറ്റേഷൻസിന്റെ മധ്യത്തിൽ ഒരു കാര്യം നമുക്ക് നിശ്ചയമാണ്, പരിമിതികളില്ലാത്ത ദൈവം നമ്മോടുകൂടിയുണ്ട്. പരിമിതികളെയൊക്കെയും പ്രതിസന്ധികളെയൊക്കെയും അതിജീവിക്കുവാനുള്ള കൃപയും കഴിവും ദൈവമാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞാൽ, ഞാൻ ഈ ദിവസങ്ങളൊക്കെ മുട്ടിപ്പായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ വളരെ ഭാരത്തോടുകൂടെ പറഞ്ഞതിനോട്, വെച്ചാ ഈ 1.5 വർഷത്തോളമായി സ്കൂളുകളിലൊന്നും തന്നെ പോകുവാൻ സാധ്യമല്ല, പള്ളിയിൽ ഒരുമിച്ച് കൂടി വന്ന് സൺഡേ സ്കൂൾ പഠിക്കുവാൻ സാധ്യമല്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ മഹാമാരിയിൽ നിന്ന് ഈ ലോകത്തെ വിടുവിക്കണമേ, ഈ മഹാമാരി ഈ ലോകത്തിൽ നിന്ന് അകറ്റിത്തരണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും പഴയ രീതിയിൽ തന്നെ ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനം പഠിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും സൺഡേ സ്കൂൾ അഭ്യസനം നടത്തുന്നതിനും ഇടയായി തീരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്തിടയ്ക്ക് 1-2 കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ, ഈ ദിവസങ്ങളൊക്കെയും വളരെ ബോറിംഗ് ആണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ പറഞ്ഞാൽ, വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സസ് ആദ്യം തുടങ്ങിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഇപ്പൊ ഫെഡപ്പ് ആയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും സ്കൂൾ ഒന്ന് തുറന്നു കിട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും കാണാൻ സാധിക്കും, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ സാധിക്കും, ഒരുമിച്ച് കൂടി നടക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നല്ല കാലത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം വറീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഇപ്പോഴത്തെ വറി എന്താണ്? അടുത്ത മാസം സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. Schools are going to reopen. And the first thing that you're all concerned is, will I be affected with this virus if I go to school? പേരൻസിന്റെ ഒരു വലിയ കൺസേൺ എന്താണെന്ന് അറിയാം? നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ will the parent be affected by the virus? കാരണം സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ it is going to be transmitted. The virus is going to be transmitted and you might get affected, right? അപ്പൊ അത്തരത്തിലുള്ള വറീസ് ധാരാളം ഉണ്ട്. മറ്റൊരു വശത്ത് പേരൻസിന്റെ വറി എന്താണ്? കഴിഞ്ഞ 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലിരുന്ന് പഠിക്കുകയാണ്, പഠിത്തം ഒന്നും തന്നെ ശരിയാകുന്നില്ല. മാത്തമാറ്റിക്സിലുള്ള ബേസ് എല്ലാം പോയി, ലാംഗ്വേജ് സ്റ്റഡീസിലുള്ള ബേസ് എല്ലാം പോയി. എല്ലാം ഉണ്ട്, എന്നാൽ ഒന്നുമില്ലാത്ത ഒരു അനുഭവം. ശരിയായ വിധത്തിൽ പഠനം ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ പേരൻസിന്റെ വറീസ് എന്താണ്? 12th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിയുമ്പോഴത്തേന് ഏത് പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്? അപ്പൊ ഇങ്ങനെ ധാരാളം ടെൻഷൻസ്, വറീസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. ഐ എം ഷുവർ all the kids who are listening to me, you also have your own fair share of worries in this world. Now, in the midst of this worries, Joel Achan is going to teach us how we have to wonder at what we are and how we are created. And in order to wonder and in order to experience this wonder, the best thing that we have with us is God's word. And when we look into God's word, Matthew chapter 6 verse 33, as Vijay Achan rightly said, first seek the kingdom of God and all these things will be added unto you. Seek me first the kingdom of God. അതുകൊണ്ട് ഈ വർഷത്തെ ക്യാമ്പിൽ കൂടെ ജോയൽ അച്ഛൻ നമ്മോട് സംസാരിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. പ്രസന്റ് ചെയ്ത് എന്താണ്? Why worry? Just wonder at what you are, the way you are created, the way the world is being
led and controlled by a powerful God. അതുകൊണ്ട് ഈ വർഷത്തെ ക്യാമ്പിൽ കൂടെ ഏറ്റവും ധന്യമായ അനുഗ്രഹകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് വലിയ കരുണയാൽ ജോയൽ ജോർജ് ഫിലിപ്പ് അച്ഛനാണ് നമുക്കിന്ന് ലീഡർഷിപ്പ് നൽകുന്നത്. അച്ഛന് കൂടെ തീർച്ചയായും ദൈവം നമ്മോട് സംസാരിക്കും. അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കണം. എല്ലാം ഒക്കെ എഴുതിയെടുക്കണം. കീപ് എ ബുക്ക് റെഡി സോ ദാറ്റ് you can pen down those valuable thoughts that Achan would share with each one of us, right? With each one of you. And I thank God for Vijay Achan also, who has taken all the initiative, being the center president of Trivandrum Center, to arrange and to organize this camp and to get things going. And I am grateful to John Verghese, the center inspector, the center secretary Tindu, center treasurer Tetsi, all the parents and teachers who are here with us to support us, to strengthen us in our walk of faith. So I pray that this year's camp would be a blessing for you. And in the name of the triune God, the Father, Son, and the Spirit, I officially inaugurate this camp for the glory of God and for the building of all the children in the Trivandrum Center Sunday Schools. May God's name be glorified. Thank you. Thank you, Achan. ഈ ഒരു തിരക്കിനിടയിലും അച്ഛൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ട്രിവാൻഡ്രം സെന്ററിന്റെ ആശംസകൾ. താങ്ക് യു. പ്രിയപ്പെട്ട ജോയൽ അച്ഛനാണ് നമുക്ക് ഈ 2 ദിവസം നമുക്ക് നേതൃത്വം നൽകുന്നത്. ജോയൽ അച്ഛ അവിടെ ഉണ്ടല്ലോ അല്ലേ? കേൾക്കാമോ? ഞാനിവിടെ ഉണ്ട്. യെസ്. സോ കൂടുതൽ സമയം എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജോയൽ അച്ഛന്റെ കയ്യിൽ മൈക്ക് തരുന്നു. അച്ഛൻ തകർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ടിൻറ്റു ടീച്ചർ, ബഹുമാനപ്പെട്ട ജോർജ് ചെറിയൻ അച്ഛൻ, ബഹുമാനപ്പെട്ട ബിജി അച്ഛൻ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സൺഡേ സ്കൂൾ ഇൻസ്പെക്ടേഴ്സ്, ആൻഡ് ഡിയറസ്റ്റ് ചിൽഡ്രൻ, ഗുഡ് ഈവനിങ്. ഹലോ. Oh, I can see many of you waving your hands. Thank you so much. And let's do something. Okay, now since we are on the Zoom platform, Zoom ആണ് എല്ലാം ഇങ്ങനെ നിങ്ങളിങ്ങനെ ഒരു ഡെക്കറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. Okay, I can see many of you. All right. And yeah, I can see, hey, hello, I can see many of you. Right. So when I ask you something, and if you like it, you know, like if it is yes, or if you like what is happening, you know, I am presently in a like Achan mentioned, Vijay Achan mentioned, I am presently the director also of the Opportunity School. Now that is in Bangalore. Appo ee Opportunity School ennu parayna disabled kunningalde, you know, it is a school for them. Disabled. So many of them cannot speak, or some of them cannot you know, easily understand what we are trying to say. Appo avarkku vendiyulla school. Appo ningal ennu cheyendathu, whenever I ask you something, you know, if you can keep your videos on and off, that will be the best. So keep your videos on. And if I ask you something and you like it, you give me a smile and you wave like this. Okay, you're not showing me tata. That is not the thing. You're going to wave your hand like this. You give me a smile and you wave. So let's try it. 1, 2, 3. That's so nice. That's so cute. Oh, that's nice. That's nice. Wonderful. So, okay, let me put it this way. So the question would be, how are you doing? Are you all fine? And your response will be, that's so nice to see. All right. Oh, that's so wonderful. Lovely, guys. So can you all please keep your videos on so I can see many of your faces? Right. So how was the holiday today? Like Achan, like George and Achan said, next month schools are going to reopen. Sorry, I thought Jnana school iponam. Sorry. Okay. So I school ipan ishtame allarunnu, but I guess all of you love going to school. It's been 2 years. You want to see your friends. നമുക്ക് ആ പാർക്ക്, നമ്മുടെ ആ ഒരു PT പീരിയഡും ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡും ഒക്കെ ഒന്ന് പോയി കളിക്കണം. നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ പരീക്ഷയാ, ഫുൾ ഓൺ സ്റ്റഡീസ്. ടെൻഷൻ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ജോലച്ച് വന്നിട്ട് പറഞ്ഞത്, എന്തിനാ വൈ വറി, ബി വണ്ടേഡ് അല്ലേ? Anyways, no worries. Let's quickly start up. So why don't we all sing a very familiar song that all of us know? It's a very familiar song, and I'm sure you guys know it. If you don't, please let namukku knock. I'm sure you guys know the song. Our God is a great big God. Right? Yeah, you guys know the song?
നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ. Yes or no? You guys know it, no? Yeah? Right, okay. So then let's try singing it together once, all right? And then we'll also do the action likewise, okay? Let's just try singing it together once, okay? Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. He is higher than a skyscraper, and He's deeper than a submarine. He is wider than the universe and beyond my wildest dreams. And He's known me and He's loved me since before the world began. How wonderful to be a part of God's amazing plan. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. He is higher than a skyscraper and deeper than a submarine. He is wider than the universe and beyond my wildest dreams. And He's known me and He's loved me since before the world began. How wonderful to be a part of God's amazing plan. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. 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 Right, okay. So you guys know the actions, I presume? എല്ലാരും ഉണ്ടോ? Yes. Actions അറിയാമല്ലോ? ഇല്ലേ, നമുക്ക് we'll just maybe try it once again. Okay, so it's, you know, I'm sure you guys know the words. നമുക്ക് action ഒന്ന് നോക്കാം, okay? So, our God is a great big God, okay? Our God is a great big God. We are just stretching our hands, okay? നമ്മളൊരു exercise ഒക്കെ ചെയ്യാൻ പോവാം. Same thing. Our God is a great big God. Our God is a great big God. Okay? Our God is a great big God, and He holds us in His hand. All right? So you're holding 2 feet, huh? 2 feet ഇങ്ങനെ വരുന്നു. Okay? He is higher than the skyscraper. Burj Khalifa bigger. And deeper than the submarine. Submarine goes under the seas, right? Under the oceans. Okay, so he's higher than the skyscraper and is deeper than the submarine. He is wider than the universe and beyond my wildest dreams. And He's known me and He's loved me since before the world began. How wonderful to be a part of God's amazing plan. Right? Good enough? Shall we try it? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ?
Yeah, we'll try it with the words and the music. Yeah. I can see many of you excited. Okay, let's do this then. Yeah. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. He is higher than a skyscraper, and He's deeper than a submarine. He is wider than the universe and beyond my wildest dreams. And He's known me and He's loved me since before the world began. How wonderful to be a part of God's amazing plan. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. He's higher than a skyscraper and deeper than a submarine. He's wider than the universe and beyond my wildest dreams. And He's known me and He's loved me since before the world began. How wonderful to be a part of God's amazing plan. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. Our God is a great big God. Our God is a great big God. Our God is a great big God, and He holds us in His hands. 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 Oh, that's wonderful. Thank you. You guys did wonderful job. Oh, good job, guys. Yeah, wonderful. All right. You guys all have your chat boxes ready? Your chat box on okay? It's all there, I guess. Right. But in your chat box, you find two and you put my name. I'm going to ask you some questions now. So when you know the answer, you go to your chat box and you answer it. And let's see who gets the maximum points. All right. So today we'll have some games and all sorts of things. And how do you answer? You go to your chat box and you type, you see two, you see my name, Joel George Philip. And then you, I have started getting messages. Right. Thank you. And then you can type in your answers. Right. Okay. Now the question I'm going to ask you now is very simple. Hi. I can see many of you putting me a hi over here. Right. The question is very simple. Bible Gospels undallo, Gospels. Gospels kettille. Gospels. There are 5 Gospels, 6 Gospels, or 66 Gospels. Oh yeah, all thumbs up. All are showing me thumbs up. Okay. Oh, thank you, Hannah. Thank you, Elna. Thank you, Amy. Thank you, Samu. So there are 4 Gospels. Right. Okay. Now the question is very simple. Among the 4 Gospels, that is Matthew, Mark, Luke, and John. But Matthew, Mark, Luke, John, there is one parable or one story which is present. One parable, story, or however you put it, is present. 4 Gospels. Which is that story? Or which is that event? Or which is that parable? Don't tell me this is not the crucifixion. It is not the crucifixion.
No, I'm still waiting. No. Not the parable of the sower. No, it's not there in all Gospels. There's another one. Okay. All right, Amy, you are almost there. Yeah, Raina, yeah, there. Right. I've got it. Yeah. So it was Rayona, if I'm not mistaken, that's your name. Yeah, it was the feeding of the 5,000. Feeding of the 5,000. That is there in all the Gospels. Right. അപ്പം അത് എന്തോ കഥ അറിയാമല്ലോ. ഒരു സ്മോൾ ബോയ് യേശു ക്രിസ്തുവിന്റെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, I have right, many of you have written that, right? I have 5 pieces of bread and I have 2 fish. എനിക്ക് 5 ബ്രെഡും മോഡാന്റെ ബ്രെഡും 2 സീർ ഫിഷ് അല്ലെങ്കിൽ നെയ്മീൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ യേശു അപ്പച്ചൻ പറഞ്ഞു, അതിങ്ങതാ, മോൻ മാത്രം കഴിക്കണ്ട. We'll make sure more than 5,000 eat. So right, we all know the story. All right. So നമുക്കിപ്പോൾ അതിനോട് ചേർന്ന് ഒരു മലയാളം പാട്ട് പഠിച്ചാലോ? മലയാളം നിങ്ങൾക്കൊരു പക്ഷെ അറിയായിരിക്കും. We'll just see the video first. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് പഠിക്കാം. Okay. Deal. So I'll just show you the video now and then we'll try and study it together. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. 7 വട്ടം ഊതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ചപ്പം 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ. 5 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ. 5000 പേരെ തൃപ്തരായി തീർന്നു. 5000 പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. റൈറ്റ്, ഓക്കെ. നിങ്ങളതെല്ലാം കണ്ടല്ലോ. പാട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണോ? അറിയാവുന്നതാണോ? You guys know the song or you don't know the song?
Okay, there are some of you who know the song. There are some of you who don't know the song. Do one thing. We'll learn it together. What do you guys say? We'll learn it together. എല്ലാവർക്കും കൂടെ നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് പാട്ട് പഠിക്കാം. It's a Malayalam song. പെട്ടെന്ന് പഠിക്കാം. And then I also have an Arabic song waiting. So we'll do the Arabic song also after this. Right. നമുക്ക് ഈ പാട്ട് പെട്ടെന്ന് ഒന്ന് പഠിക്കാം. It's very simple. നമ്മൾ പേടിക്കണ്ട. And today, incidentally, I am actually why did I take this song? Because today I am also talking to you, or today my devotion is from the person called David and Goliath. So we'll be learning about David and Goliath today. Goliath did not worry. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവല്ലേ. അപ്പം that's why I've taken this song. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ നോക്കാം. We'll continue with one more song quickly, right? നിങ്ങൾ എൻ്റെ കൂടെ പാടാൻ നോക്കണം. Okay, we'll quickly learn this song, right? So far you guys are doing wonderful. നമുക്കിത് പെട്ടെന്ന് പഠിച്ചു നോക്കാം. Right, okay. അപ്പൊ ഇതാണ് പാട്ട്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ. അപ്പൊ പാട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. Okay, just try and repeat after me, right? Okay. 5 കല്ലെടുത്ത് വെച്ച് 5 കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ദാവീദ്. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. 5 കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ദാവീദ്. ഒറ്റ ഏറ് ദാക്കടക്കണ ഗോലിയാത്ത്. ഒറ്റ ഏറ് ദാക്കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. Okay, we'll try so much once again from the beginning. Okay, 1 2 3 4. 5 കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ദാവീദ്. ഒറ്റയേറ് ദാക്കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. And the next one. Okay, യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കാഹളം മീൻസ് ട്രംപറ്റ്. ഓക്കെ, ട്രംപറ്റ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. പഠിക്കേ. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. ഓക്കെ, കോട്ട ചുറ്റി നടന്നു. ഹേ 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 7 വട്ടം നടന്നു. ഹോ 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 ഹോ. കോട്ട ചുറ്റി നടന്നു. ഹേ 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 7 വട്ടം നടന്നു. ഹോ 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 ഹോ. And then again, കോട്ട ചുറ്റി നടന്നു. 7 വട്ടം നടന്നു. And then 7 വട്ടം എത്തിയപ്പോൾ. 7 വട്ടം എത്തിയപ്പോൾ കോട്ടമതിൽ തകർന്നു. കോട്ടമതിൽ തകർന്നു. ഏലേലേലേ. And then same thing. ഏലേലേലേ ഏലേലേലേ ഏലേലേലേ. നമുക്ക് ക്വിക്ലി എന്റെ അടുത്ത സ്റ്റാൻസ്. ഇതിപ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ. 5 കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ദാവീദ്. ഒറ്റയേറ് ദാക്കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. Alright, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻസർ. 5 അപ്പം 2 മീനും. 5 അപ്പം 2 മീനും യേശു വാഴ്ത്തിയത് പ്രാർത്ഥിച്ചപ്പോൾ. 5 അപ്പം 2 മീനും യേശു വാഴ്ത്തിയത് പ്രാർത്ഥിച്ചപ്പോൾ. 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. ഹോ 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 ഹോ. 5000 പേരെ തൃപ്തരായി തീർന്നു. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. 1 2 3 4. 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. 5000 ഓക്കെ, ബാക്കിയപ്പം 12 കൊട്ടകളിൽ നിറച്ചു.
ബാക്കിയപ്പം 12 കൊട്ടകളിൽ നിറച്ചു. Okay, we'll sing it together. 1 2 3 4. ബാക്കിയപ്പം 12 കൊട്ടകളിൽ നിറച്ചു. ഏലേ ലേലേ ഏലേ ലേലേ ഏലേ ലേലേ ഏലേ ലേലേ. റൈറ്റ്, നമ്മൾ ഓൾമോസ്റ്റ് ആ ഫ്രെയിം കിട്ടിയല്ലോ. നിങ്ങൾ ഓൾമോസ്റ്റ് ആ പാട്ട് പഠിച്ചല്ലോ. 5 കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. ഓക്കെ, റൈറ്റ്. നമുക്ക് ഇന്ന് ആക്ഷൻ പഠിക്കാം. നിങ്ങൾ എല്ലാവരും അറിയാം. മോസ്റ്റ് ഓഫ് യു ഗൈസ് നോ ഇറ്റ്. നമുക്ക് ചെയ്യാം. വി ലൈക്ക് ദി സോങ്, നോ? ഗുഡ്. ഓർ മേ ബി ദി നെക്സ്റ്റ് സോങ്. ഓൾ റൈറ്റ്, വിൽ ഡു ഇറ്റ്. ഓൾ റൈറ്റ്, ഓക്കെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ പാട്ടൊന്ന് നമുക്ക് പഠിക്കാം. So here goes. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, ഹേ 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 7 വട്ടം നടന്നു. ഹോ 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 കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. 7 വട്ടം ഊതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ചപ്പം 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ. 5 അപ്പൻ 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ. 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. ഹോ 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 5000 പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. എന്നാ ഞാൻ All right, thank you so much. നിങ്ങൾ എല്ലാവരും പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ? ഹലോ, love the song? Right, okay. Let's also quickly do an Arabic song. Arabic malum? Arabic malum? La. No Arabi. Mafi Arabi. Shway Habibi. Hello, I can see Mahima and Tejas here. Oh, you guys know Arabic, no? Oh, I can see you guys here. Ishlonek. Ishlonek is how are you in Arabic? Ishlonek. So what do you say? I am fine, alle? Adinte I am fine is Zan. ഞാൻ നിങ്ങളെ അറബി പഠിപ്പിക്കുക കേട്ടോ. നിങ്ങൾ എനിക്ക് ട്യൂഷൻ ഫീസ് തരണം. ഓക്കെ,
Ishlonek is how are you? നമ്മൾ പറയും Zain. Zain is fine. എന്നാൽ Arabs are nice people. അപ്പോൾ അവർ പറയും Zain alhamdulillah. So which means I am fine by the grace of God. Zain alhamdulillah. അപ്പോൾ Ishlonek Zain alhamdulillah. So that's what you say. That is so nice. Thank you. നിങ്ങൾ അത് പഠിച്ചല്ലോ, അറബി പഠിച്ചല്ലോ. ഇനി അറബി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയത്തിൽ നിന്ന് പറയരുത്, മോശം. ജോലച്ചൻ പഠിപ്പിച്ചു അല്ലേ? സോ വി ലേൺ അറബിക് ഓൾസോ. അപ്പോൾ നമുക്കൊരു അറബിക് പാട്ട് പഠിക്കും. ഇതൊരു പഴയ പാട്ടാ. ഇറ്റ്സ് എൻ ഓൾഡ് സോങ്. സോ നമുക്കത് ഒരുമിച്ച് പഠിക്കാം. റൈറ്റ്? ഇറ്റ്സ് കോൾഡ് റാണി മുല്ലി റബിയല്ല ഹൈന. റൈറ്റ്? ആ ഒരു അറബിക് പാട്ട് നമുക്കിപ്പോൾ പഠിക്കാം. റൈറ്റ്? ആൻഡ് ദെൻ വിൽ ടേക്ക് ഇറ്റ് അപ്പ് ഫ്രം ദെൻ. ഒരു മിനിറ്റ്. Coming in. Right, okay. കേൾക്കാമല്ലോ നിങ്ങൾക്ക്? It's an old song, right? Yeah, okay. Oh, sorry. Right? അപ്പൊ ഈ അറബികൾക്ക് ഈ പാട്ട് പാടുമ്പോൾ they are like മാഫി മുഷ്കിൽ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് they are very carefree, keep living life. നമ്മൾ ക്ലാപ്പ് ചെയ്യുന്നത്, ക്ലാപ്പ് ഒന്ന് കാണിച്ചു ക്ലാപ്പ് ചെയ്യുന്നത് എങ്ങനെ? ക്ലാപ്പ് ലൈക്ക് ദിസ്, റൈറ്റ്? ഈ അറബികൾ ക്ലാപ്പ് ചെയ്യുന്നത് ഇങ്ങനല്ല, അവർ ക്ലാപ്പ് ചെയ്യുന്നത് ഇങ്ങനെ, ബോത്ത് പാംസ് നമ്മൾ ഈ പ്രേ ചെയ്യുമ്പോൾ നിൽക്കുന്നത് പോലെ. അപ്പം അവരുടെ ക്ലാപ്പ് ഇങ്ങനെ. That's how they clap. They also right, they also play with their shoulders while doing it. അപ്പൊ നമ്മൾ ഇത് പാടുമ്പോ ഇങ്ങനെ റാണി മുല്ലി റബ്ബി അല്ലാഹൈന യത്തിഫുല്ലി മൻ കസന റാണി മുല്ലി റബ്ബി അല്ലാഹൈന യത്തിഫുല്ലി മൻ കസന. ഓക്കെ? അപ്പൊ നമ്മളിങ്ങനെ അതാ ഫൈനാഹു മല്ലിക്കുൻ നമ്മസി കദീമു കുല്ലാൽ തസ്ബീഹ് ഫഇന്നഹു മല്ലിക്കുൻ നമ്മസി കദീമു കുല്ലാൽ തസ്ബീഹ്. പഠിച്ചല്ലോ? അതിന്റെ മീനിങ് എന്തോ? അറബി, നിങ്ങൾ അറബി എന്തായാലും പഠിച്ചല്ലേ? പറ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അറബിക്? വാട്ട് ഇസ് റാണി മുല്ലി എന്തോ റബ്ബി അല്ലാഹൈന, അതിന്റെ മീനിങ് എന്തോ? Right, okay, the meaning, yeah, it's very simple. Okay, sorry, something went wrong. And the meaning is very simple. Sing unto the Lord a new song. Sing unto the Lord all the earth, for God is great and greatly to be praised. Okay, അത് നമുക്ക് തമിഴിലും പാടാം. കർത്തൃക്ക് പുതു പാട്ട് പാട്. Same thing, right? നമുക്കിത് പെട്ടെന്ന് പഠിക്കാം ഈ പാട്ട്. Just repeat after me, and then we'll do it with the നമ്മുടെ ആ ക്ലാപ്പും കൂടെ ചേർന്ന് നമുക്ക് പഠിക്കാം. Right? Okay. Quickly. റാണി മുല്ലി റബ്ബി അല്ലാഹൈന യത്തിഫുല്ലി മൻ കസന ഫൈനാഹു മല്ലിക്കുൻ നമ്മസി കദീമു കുല്ലാൽ തസ്ബീഹ് കുല്ലാൽ തസ്ബീഹ്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിൽ
Sing unto the Lord a new song. Sing unto the Lord all the earth. For God is great and greatly to be praised. Okay? അത് കഴിഞ്ഞ് തമിഴില് കർത്തൃക്ക് പുതുപാട്ട് പാട്, കർത്തൃക്ക് പുതുപാട്ട് പാട്, கர்த்தருக்கு பாட்டு பாடுங்கள். ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. കർത്തൃക്ക് പുതു പാട്ട് പാട്, കർത്തൃക്ക് പാട്ട് പാടുங்கள். അത് കഴിഞ്ഞ് അവൻ പെരിയവൻ മഹിമയുള്ളവൻ, അവൻ പെരിയവൻ മഹിമയുള്ളവൻ. ഓക്കെ, we will do this together with the Arabic clap, and then we'll stop the singing session for today. Right? Ready? നിങ്ങൾ റെഡി ആണല്ലോ? നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ചെയ്തിട്ട് we'll learn from the Bible. Right? നമുക്ക് ഇത് ഒരുമിച്ച് പെട്ടെന്ന് പഠിക്കാം. Let's go. Right. Thank you so much. That was good. Yeah, right. All right. അപ്പൊ നമുക്ക് നമ്മുടെ ഡിവോഷനിലേക്ക് പോകാം. Can all of you go and take your Bibles? ബൈബിൾ എല്ലാവരുടെ ഉണ്ടോ? എന്നെ ബൈബിൾ എല്ലാവരും ഒന്ന് കാണിച്ചേ. Everyone are ready with your Bibles? ആർക്കും ഇല്ലേ? Yes. അയ്യോ, എന്റെ വീഡിയോ പോയി അല്ലേ? Sorry. Oh, that was a mistake. I thought what happened. Yeah. Yes. Bible? Yeah? Yes. That is so nice. അപ്പൊ എല്ലാവരും ബൈബിൾ ഒന്ന് തുറന്നോക്കെ വൈ. Let us quickly learn from the Bible. All right. ഈ ബൈബിളിനെ കുറിച്ച് പറയാറുണ്ട്. You all like reading books? You all like reading books? I loved Harry Potter. Harry Potter? Yes. J.K. Rowling. Nice, no? Yeah. J.K. Rowling is wonderful. I finished reading the entire series of Harry Potter. Oh, lovely. Thank you. I'm waiting for the first child. Oh, you're waiting for the... Oh, that's nice. Okay, that's nice. Right, so you all love J.K. Rowling. How about Enid Blyton? You love her? You like her, her books? Yes, I have also read most of her books. Yeah, അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ബുക്സ് ഉണ്ട്.
What is the difference between reading the Bible and reading these books, story books? Difference on that. The Bible is full of Yeah, true stories. Bible is full of stories, story books are full of. True stories. Okay, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. We can read many books, but Bible is the book that reads us എന്ന് പറയാറുണ്ട്. We have read many books, but Bible is the book that reads us. Bible is the book that speaks to us. Bible is the book that motivates us. Bible is the book that encourages us. So we have, all of us have read many books. But Bible is the book that continues to read each and every one of us. But നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് we need to carry this Bible, in a way that we learn from it and read from it. നമ്മൾ ചുമ്മാ കാണുകയോ ചുമ്മാ നിൽക്കുന്നതല്ല. We need to learn from it and we need to read from it. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങനെ എക്സാം എഴുതാൻ പോവാം. എക്സാം എനിക്ക് ഇഷ്ടമാണ്. ടെൻഷൻ ഫുൾ ഓൺ ടെൻഷൻ വെച്ച് നമ്മൾ എക്സാം എഴുതുന്നു. അപ്പൊ എക്സാം എഴുതാൻ ഞാൻ പോവാം. അപ്പൊ എഴുതാൻ നേരം രാവിലെ ഐ വാസ് റിയലി സാഡ്. അപ്പൊ ഞാൻ അന്ന് രാവിലെ ഐ ടുക്ക് ദ ബൈബിൾ. ഐ റെഡ് Psalm 94. അതിനകത്തൊരു വാക്യമുണ്ട്, എന്റെ കാല് വഴുതുമെന്ന് വിചാരിച്ചപ്പോൾ ദൈവമേ നിന്റെ കൃപ എന്നെ താങ്ങി. അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പൊ ഞാൻ മലയാളത്തിൽ ബൈബിൾ ഇങ്ങനെ വായിച്ചു. Psalm 94, ഐ റെഡ് ഇറ്റ് ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു റൈറ്റ് ദി എക്സാം. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ പെട്ടെന്ന് നല്ലൊരു മഴ പെയ്ത് ഇങ്ങനെ അതെല്ലാം നനഞ്ഞു കിടക്കുക റോഡ്. നമ്മുടെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഒരു പായലുണ്ട്. പായൽ കണ്ടിട്ടുണ്ടോ? പായൽ, ഒരു ഗ്രീൻ കളർ തിങ്. ഇൻ ഇംഗ്ലീഷ് വി കോൾ ഇറ്റ് മോസ്. നല്ല രസമായി. മഴയുള്ള സമയത്ത് ഈ പായൽ നിങ്ങൾ കാലൊന്ന് വെക്കണം. എന്ത് സംഭവിക്കും? തെന്നിപ്പോ. Yeah, so we'll slip and fall. Right. നിങ്ങളിത് പറയണോ? നിങ്ങൾ ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട കേട്ടോ. ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ തെന്നിപ്പോ. അപ്പൊ ഞാനിത് രാവിലെ പരീക്ഷ എഴുതാൻ പോകും. ഞാൻ ഒരു സ്ലാന്റിങ് ആണ്. അപ്പൊ സ്ലാന്റിങ്ങിൽ ഞാൻ എന്റെ കാലിങ്ങനെ വെച്ചു. ഞാൻ ഇങ്ങനെ തെന്നിപ്പോവാ. ഞാൻ ഓർത്ത് ഞാൻ വീഴും. എന്റെ കാല് അല്ലെങ്കിൽ കൈ ഒടിയും. ഉറപ്പിച്ചിങ്ങനെ നിൽക്കാം. അപ്പൊ ഇങ്ങനെ ഞാൻ ഇറങ്ങി വന്നു. പക്ഷെ ഞാൻ താഴെ വന്നപ്പോ കറക്റ്റ് ആയിട്ട് എനിക്കൊരു ബാലൻസ് കിട്ടി. അപ്പൊ എന്റെ മനസ്സിൽ ഓടി വന്ന വാക്യമാണ്, എന്റെ കാല് വഴുതുമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ദൈവമേ നിന്റെ ദയയോ നിന്റെ കൃപയോ എന്നെ താങ്ങി. So like I said, when we read the Bible, it also reads us and it speaks to us. So we should have that habit of always, catching the Bible, always holding the Bible in our hands like this. We should be proud of it. Ippam njan padichadu Bahrain, right? And I had many Arabic friends. Appo we Arabic friends inde kude nammal nikkumbo what happens is I'm with with all of them, we are having fun. But ഇവര് ഖുർആൻ ബൈബിളിൽ സ്കൂളിൽ കൊണ്ടുവരും ചില ദിവസം. അസംബ്ലി വായിക്കും. അസംബ്ലി, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അത് പ്ലെഡ്ജ് അല്ലേ, നമ്മൾ പറയത്തില്ല അസംബ്ലിക്ക്. അപ്പൊ അതുപോലെ ദേ യൂസ് ടു ബ്രിങ് ദ ഖുർആൻ. അന്ന് ഇവര് ബാഗിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ഇവര് താഴെ ബാഗ് വെക്കത്തില്ല. എന്താ കാരണം? ദേ സേ ഖുർആൻ ഇസ് ദർ, ഐ വിൽ നോട്ട് കീപ് ദി ബാഗ് ഓൺ ദി ഗ്രൗണ്ട്. നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ ഈ ബൈബിൾ വെച്ചിട്ട് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ ബാഗ് എത്ര കെയർലെസ് ആയിട്ടാണ് പലപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലേ? അതല്ല, നമുക്ക് നന്നായിട്ട് വളരെ contains God's word and it continues to reads us. ആ ഒരു സെൻസിൽ നമുക്ക് അതിനെ ഒന്ന് കീപ്പ് ചെയ്യാൻ പറ്റണം. റൈറ്റ്, ഓക്കെ. സോ നമ്മുടെ ഈ വർഷത്തെ തീം, നമ്മുടെ ക്യാമ്പിന്റെ തീം is why worry, be wondered. Why worry, be wondered. And today I'll be speaking on the theme, the God who empowers. God who empowers. Right. നിങ്ങൾ ഇത് നോക്കി, നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് നോക്കി, ഇതൊന്ന് നോക്കിയേ. I am big, fat, ugly, good for nothing. എന്നെ കുറിച്ചാണ്. നിങ്ങൾ ആരെ കുറിച്ചുമാണ് ഇതിങ്ങനെ എഴുതിയ? നിങ്ങൾക്ക് when I say I am big, fat, ugly, good for nothing, do I feel happy? Do I feel sad? നിങ്ങളിത് പറഞ്ഞാൽ നിങ്ങൾ ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി. When I say I am big, fat, ugly, good for nothing,
Do I feel happy or do I feel sad? Correct. Thank you. Yeah, correct. I'll be sad and I'll be angry. Thank you. Right. Thank you. Thank you. I'll feel bad. I'll feel sad. I'll feel angry. Very sad. Yeah. So I don't like people calling me fat and ugly and good for nothing. Then look over here. I am big. I am big എന്ന് നമ്മൾ കാണുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? Is it full of possibilities or is it making me sad again? I am big. We can transform the hardest of our problems to positive things. The moment I say, yeah, positive, I feel positive. Thank you. I'll feel very happy. Thank you, guys. Yeah. Thank you. Thank you. Yeah, that's it. Thank you. So I'll feel positive the moment I say I am big. So I get a positive energy in myself. I am big. ഇതുപോലെ ബൈബിളിൽ there are many people, we feel അവരെല്ലാം പറയുന്നുണ്ട് ഇവനെയും കൊണ്ട് ഒരു ഗുണമില്ല. എന്നാൽ they have become, God chose them and they became the best. And നമ്മൾ Old Testament we find a person called Joseph. കേട്ടിട്ടുണ്ടോ Joseph? He had 11 brothers and 1 sister. Yeah, good guy. നമ്മുടെ ഫ്രണ്ട് ജോസഫ് അല്ല, അല്ലെങ്കിൽ നമുക്ക് അറിയാം ജോസഫ് അങ്കിൾ അല്ല, ബൈബിളിലെ ജോസഫ്, ഗുഡ് ഗൈ. Yeah, Jacob's son, correct. Thank you. So he had 11 sons and he had 11 brothers and 1 sister. And we see Joseph over there. But Josephനെ കൊല്ലാൻ കൊണ്ടുപോയി, കിണറ്റിലിട്ടു, മൊത്തം പ്രോബ്ലം. But God was there with Joseph. And Joseph was able to conquer all problems. Somehow worries always come in our life. How best are we able to conquer the worries? Right? So in the midst of worries, can we find possibilities? Can we find God's grace in us? Right? നമ്മുടെ ഇന്നത്തെ ഒരു short devotion. Can you all please turn your Bibles to the first book of Samuel, chapter 17, verse 1 to 45. First book of Samuel, chapter 17, verse 1 to 45. Right? നമുക്കത് ഇത്രയും വേഴ്സസ് ഉണ്ടല്ലോ, നമുക്കത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് I'll show you all a video, a pictorial representation of the story. Right? Okay. God's story, David and Goliath. So part of God's story is about the time David fought Goliath. And it begins like this. David was the youngest of 8 brothers. His job was being a shepherd, which meant he spent all day in a field watching sheep eat and roll around the grass. Meanwhile, some of his brothers were off with the Israeli army preparing for war against the Philistines. The Philistines were one of the toughest armies the people of Israel had to fight. So one day, David was taking food to his brothers because his dad asked him to. But when he got there, his brothers accused him of coming so he could watch the fight instead of the sheep. Since David knew in his heart he was just obeying his dad, he didn't mind being misunderstood. Anyway, while David was there, he saw a huge Philistine man, more than 9 feet tall, step onto the field between the 2 armies. He was wearing a thick helmet and armor and carrying huge weapons. His name was Goliath, and he was definitely used to being the winner. David found out that Goliath had been stepping onto the field like this every morning for the past 40 days and saying, "Give me a man and let us fight each other." But nobody from Israel was brave enough to fight him, even the king. Well, David didn't like that this giant was intimidating the Israelites. After all, they were God's special family. And because God was with the Israelites, they could have courage in any situation. So David, who wasn't even a soldier, told the king, "I'll fight against him." Now, the king thought David was too small, but he really wanted someone to fight Goliath. So he gave in. And David knew he wasn't strong enough to beat Goliath by himself, but he believed God would be with him. So he said, "The Lord will rescue me from the hand of this Philistine." The king hoped David was right. He even had his own weapons and armor put on David, but they didn't fit him. David decided to go into battle in his regular clothes. That's how sure he was that God would help him. Anyway,
David went to a nearby stream and chose 5 smooth stones to use with his slingshot. Then he walked onto the battlefield to meet the massive Goliath. When Goliath saw how wimpy David looked, he was furious. He thought he'd get to fight the Israelites' strongest warrior. He said to David, "Am I a dog that you come at me with sticks? I'll give your flesh to the birds and wild animals." David might have looked like a wimp, but he was actually really brave. In fact, he was so brave that when he was taking care of sheep, he fought off bears and lions. Because God helped him protect his sheep, David knew God would help him protect this special family. David said, "You come at me with a sword, but I come at you with the name of the Lord Almighty." He was explaining to Goliath that God was more powerful than anything. He also added that he would feed Goliath's flesh to the birds, which made the giant even more mad. Then David took a stone, put it in the slingshot, and slung it at Goliath. Goliath didn't even get a chance to swing a sword because the stone hit him right in the forehead and sunk in deep. He face-planted straight into the ground. Nobody could believe it. Then David ran over, took hold of the giant's sword, and drew it from the sheath. He took the sword and cut off Goliath's head. David carried the head all the way back to Jerusalem. And when the Philistine army realized Goliath was dead, they started running away like a bunch of scaredy cats. The Israelites chased the Philistines, shouting loudly. They had won. God used David, who was just an average kid, to rescue his people. And that's the story of David and Goliath. So, in case you missed it, here's the quick version. David was a shepherd. He brought his brothers lunch. He saw Goliath. Goliath scared everybody. David wasn't scared. He knew God was stronger. David fought Goliath. He used one stone. God helped him kill Goliath. The Israelites won. God's people were saved. And that's a part of God's story. Right. Thank you so much. അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ പണ്ട് തൊട്ടേ കണ്ട നിങ്ങൾ കൊച്ചിലെ തൊട്ടേ പഠിച്ച ഒരു സ്റ്റോറി അല്ലേ? പഠിച്ചിട്ടില്ലേ? David and Goliath. So what is the background? You know, countries were always at war. For example, in India and Pakistan ingane fight ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? At times. എപ്പോഴും ഇല്ല, at times. Or we have Taliban issue in Afghanistan. അപ്പോൾ ഈ war എപ്പോഴും പലപ്പോഴും നടക്കാറുണ്ട്. Not always, but many a time. അപ്പോൾ ഈ war നടക്കുമ്പോൾ what happens? For example, ഇപ്പോൾ നമുക്ക് ആരോട് when India is going to fight against Pakistan, ചുമ്മാ അങ്ങ് പോവാണ്, ചുമ്മാ അങ്ങ് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നോക്കും നമ്മുടെ കയ്യിൽ എത്ര ബുള്ളറ്റ് ഉണ്ട്, എത്ര ഫ്ലൈറ്റ് ഉണ്ട്, റഫേൽ ഉണ്ടോ, മിഗ് എയർലൈൻസ് ഉണ്ടോ, ഇതെല്ലാം നോക്കും. അത് കഴിഞ്ഞ് നോക്കും ആൾക്കാരുണ്ടോ, ലീവിന് പോയി എല്ലാവരെയും ഇങ്ങോട്ട് കമിയർ എന്ന് പറയും. യുവർ ലീവ് ഹാസ് ബീൻ ക്യാൻസൽഡ്, കം ആൻഡ് ജോയിൻ. അപ്പം അങ്ങനെ എല്ലാം പ്രിപ്പറേഷൻ എടുത്ത് ഇങ്ങനെ വരും. മിസൈൽ ഉണ്ടോ, താങ്ക് യു. They prepare going for a war. So the Israelites and Philistines, they are on war. Are you guys able to listen? I mean, am I audible enough? Yes, sir. Yeah, thank you. Right. Okay. അപ്പോൾ എന്ത് പറ്റുന്നു, ഇപ്പം എല്ലാം നോക്കുവാണ്, ഇവർ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. ഓക്കെ, അവിടെ all are prepared. So usually, like, you guys have watched the movie Bahubali? Yes. Huh? So we have, you know, in the first part of Bahubali 1, Bahubali 2 and Bahubali 1, they come to know the Kalakayas are going to fight against Shivakami Devi. Shivakami Devi country, Kalakaya and Mahishmati. Yeah. So they were going to Mahishmati kedire ingane fight cheyanayittu povan. Appo Mahishmati ariyunu ingane അവർ ഇത്രത്തോളം റെഡി ആയിട്ടാണ് വരുന്നത്. അപ്പൊ മാഹിഷ്മതിയില് ദേവസേനയല്ലേ, മദർ ശിവകാമി ക്വീൻ ശിവകാമി ഇങ്ങനെ വിളിച്ചിട്ട് പറയും, രണ്ട് മക്കളും ഇങ്ങനെ വന്നേ, കമിയർ മിസ്റ്റർ ബാഹുബലി, കംഹിയർ മിസ്റ്റർ അടുത്ത ആള് പറയും ബല്ലാൽ ദേവ്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, റൈറ്റ്, ഹൗ ആർ വി ഗോയിങ് ടു ഫൈറ്റ്? അപ്പൊ പറയാം, ഓക്കെ, എനിക്ക് ഇത്രത്തോളം വെപ്പൺസ് ഉണ്ട്, ഐ വിൽ ഫൈറ്റ് ഫ്രം ഹിയർ. എനിക്ക് ഇത്രത്തോളം വെപ്പൺസ് ഉണ്ട്, ഐ വിൽ ഫൈറ്റ് ഫ്രം. അപ്പൊ നമ്മുടെ കട്ടപ്പ വന്നിട്ട് പറയും, ഐ ഹാവ് സ്ട്രോങ്സ്റ്റ് സ്വാർഡ്, ഐ ഹാവ് ദ ഷീൽഡ്, ഐ വിൽ ഫൈറ്റ് ഫ്രം ദ ഫ്രണ്ട്. അല്ലേ? So they prepare. Now the Israelites also knew
that the Philistines were going to fight, and they also prepared for the war. അപ്പോൾ അവർ നല്ല ആർമിയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കുകയാണ്. എന്നാൽ what has happened when they come to the war front, they see a surprise entry. നമ്മുടെ ലൈഫിൽ സർപ്രൈസ് ഉണ്ടല്ലോ അല്ലേ? സർപ്രൈസ്, we like surprises അല്ലേ? Except surprise test, we hate surprise test, but we like all other forms of surprises. So many a times in our life throws us certain forms of surprises which we actually do not like. നമുക്കത് വലിയ ഇഷ്ടമല്ല ചില സർപ്രൈസസ്. അതുപോലെ ഒരു സർപ്രൈസ് നമുക്കിവിടെ കിട്ടുകയാണ്. ആർക്ക് ഒരു സർപ്രൈസ് കിട്ടുകയാണ്? ഇസ്രായേൽ ആർമി. when they look, they find Goliath. Big problem. And how did Goliath ചുമ്മാ ഇങ്ങനെ നടക്കാൻ വന്നതല്ല. When we read, if you take your Bible to chapter 17, you can see from verse 4 to verse 8, verse 7, verse 8 until verse 7, how well equipped Goliath was. ഗോലിയാത്തിന്റെ കയ്യില് എത്രത്തോളം കഴിവുണ്ടെന്നൊക്കെ നമുക്ക് അവിടെ വായിക്കാൻ. He was well equipped. Can one of you quickly read from verse 4 to verse 7? Yes. Yeah, please read. A champion named Goliath, who was from Gath, came out of Philistine camp. His height was 6 cubits and a span. He had a bronze helmet on his head and wore a coat of scale armor of bronze weighing 5,000 shekels. On his leg he wore bronze greaves, and a bronze javelin was slung on his back. His spear shaft was like a weaver's rod, and its iron pointed weighted 600 shekels. His shield bearer went ahead of him. Right, thank you. അപ്പൊ എത്രത്തോളം വെൽ പ്രിപ്പയർഡ് ആണ്, വെൽ എക്വിപ്ഡ് ആണ് ഗൊലായത്ത് നമ്മൾ കാണുന്നത്. ഇത്രയും പ്രിപ്പറേഷനോട് വരിക. And seeing him, Israelites are getting very scared. എന്താണ് അവർ സ്കേർഡ് ആവുന്നത്? Because this Goliath guy is well equipped. നല്ല ഹെൽമെറ്റ് ഉണ്ട്, അതിനേക്കാൾ വലിയ സ്വാഡ് ഉണ്ട്, ഷീൽഡ് ഉണ്ട്, ഫുൾ കവേർഡ് ആണ്. പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റത്തില്ല. Before even they did not even try to സ്വാഡ് എടുത്ത് ഒന്നും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർ പേടിച്ചു പോയി. ഇപ്പം എന്നോട് ഇന്നലെ ബിജയച്ചൻ പറഞ്ഞു, ജോയലച്ച അടുത്ത ആഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എക്സാം ആണ്. നമ്മൾ എക്സാം എഴുതിയില്ല, അതിന് മുമ്പേ നമുക്ക് ടെൻഷനാ. അയ്യോ പഠിച്ചിട്ടില്ല. മൈ മദർ യൂസ് ടു മേക്ക് ഫൺ ഓഫ് മീ വെൻ ഐ വാസ് സ്മോൾ. അമ്മ പറയുമായിരുന്നു, ഈ എക്സാം സമയം ആകുമ്പോൾ ജോയലിനെ കണ്ടറിയാം. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ? അല്ല, ആ സമയമാകുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ലല്ലോ. എന്നെ കളിയാക്കുമായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനാണോ? നിങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ, എനിക്കറിയാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും you need to pray well. All right, it's not just the day before the exam, but you pray always. Yeah, right? Okay, അപ്പം എന്തായാലും ഇവിടെ നമ്മൾ വരുന്നു. Before a problem, they actually ventured into the problem. ഇപ്പൊ അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. But it is before they even fought, they had this fear looking at him itself. ഇപ്പൊ നമുക്ക് COVID-19 ഒരു വലിയ പ്രശ്നമാണ്. The world is everything will stand, lockdown വന്നു, stand still ആയി, problem ആണ്. So there are different forms of Goliaths. How are we able to? അപ്പൊ ഇവിടെയും ഡേവിഡിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് they were willing to fight against the Philistine, but they were not willing to fight against Goliath. ഗൊലായത്തിനെ അവർക്ക് പേടിയാണ്, മറ്റവരെ അവർക്ക് പേടിയില്ല. അവരിങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഡേവിഡ് വരുന്നത്. ഡേവിഡ് comes in. ഡേവിഡ് ഇങ്ങനെ വന്നു. ഡേവിഡ് വന്നിട്ട് പറഞ്ഞു, ഐ ക്യാൻ കിൽ ഹിം. അപ്പോൾ ഉടനെ മിണ്ടായിരടാ, ചെറിയ വായിൽ വല്ല വർത്താനം. നമ്മൾ ചിലപ്പോ ഒക്കെ വീട്ടിൽ പറയാം, എന്തെങ്കിലും പറയുമ്പോൾ പറയത്തില്ലേ, നീ കൊച്ചു കുഞ്ഞാ മിണ്ടായിരുന്നു. എല്ലാവരും ഡേവിഡ് മിണ്ടായിരടാ, നീ എന്തു യു ആർ എ ഷെപ്പേർഡ്, ഗോ ടേക്ക് കെയർ ഓഫ് ഷീപ്പ്. This is war. This requires strategy. This requires building. എന്താ നമ്മൾ പറഞ്ഞ പ്രിപ്പറേഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് എന്തറിയാം? ജീവിച്ചു ഡേവിഡ് അങ്ങ് പോവാ. But David continues to say, no.
ഐ വിൽ ഫൈറ്റ്, ഐ നോ. അങ്ങനെ ഡേവിഡിനെ സോളിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ. റൈറ്റ്. ഇനി ഞാൻ നിങ്ങളോട് നമുക്കൊരു നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കണോ? ഇപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം. ടയർഡായോ? All right, okay. So now we'll divide you into groups. അപ്പോൾ ഗെയിം ഇതാണ്. You can see a fairy code over here. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഫെയറി കോഡ് കണ്ടോ? ഇവിടെ ഫെയറി കോഡ് കണ്ടോ? Oh, sorry. Okay, so you have a fairy code here. That is A star ആണ്, B ഇങ്ങനെ, അങ്ങനെ കുറെ ഫെയറി കോഡ്സ് ഉണ്ട്. കണ്ടല്ലോ? Yeah. Now you'll have to decode this. Okay, do one thing. നമ്മൾ ഇത്രയും പേരില്ല, എല്ലാവർക്കും കൂടെ ചെയ്യാൻ പാടല്ലേ? Let's all go to our we'll all go to our groups. നിങ്ങൾ റെഡി ആണോ? നമുക്കിപ്പോ ഗ്രൂപ്പിലോട്ട് പോകാം. റെഡി? ഓൾ റൈറ്റ്. അപ്പം നമുക്ക് എന്നാൽ ടിൻറ്റു ടീച്ചറെ ഞങ്ങളെ ബ്രേക്ക് ഔട്ട് റൂംസിലോട്ട് വിടാമോ? ടിൻറ്റു ടീച്ചറെ, യെസ് അച്ഛാ, നമുക്ക് you guys have 10 to 15 minutes. Okay, 10 to 15 minutes. ഞാൻ 20 minutes na ചിന്തിച്ച, but 15 minutes is okay. ബിജി അച്ഛാ 15 minutes okay അല്ലേ? Yeah, okay. So 15 minutes നിങ്ങൾ അത് ഡീകോഡ് ചെയ്യണം. ആ ഒരു ഗെയിം കണ്ടല്ലോ, സ്ക്രീൻ കണ്ടല്ലോ, നിങ്ങൾ ആ ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ട്, അവർ കാണിക്കും. നിങ്ങൾ പെട്ടെന്ന് അത് ഡീകോഡ് ചെയ്തിട്ട് അതൊരു ക്വസ്റ്റ്യനാ, ആ ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ നിങ്ങൾ കണ്ടെത്തണേ. റൈറ്റ്? റെഡി? ഓക്കെ. ടീച്ചറെ ഞങ്ങളെ വിട്ടോ, ഞങ്ങൾ റെഡിയാ. പെട്ടെന്ന് വേണം, ഞാൻ എനർജറ്റിക് ആയിട്ട് നിൽക്കണം. അത് വന്നിട്ട് നമുക്ക് ഒരു ഗെയിം. ഓക്കെ അച്ഛാ, അപ്പൊ 7:30 തിരിച്ചു വരണം അല്ലേ? Yes, 7:30. ഓക്കെ അച്ഛാ, ദാ വിടുന്നു. അച്ഛാ, ക്വസ്റ്റ്യൻ നമുക്ക് ചാറ്റിൽ കൊടുക്കാൻ പറ്റുമോ? ആ ഇമേജ് ആയിട്ട് ഇടാൻ പറ്റുമോ? നമുക്ക് ഇമേജ് അല്ലേ? ടീച്ചർ എത്രയും പേര് ഇനി റൂമിലോട്ട് ജോയിൻ ചെയ്യാനുള്ളവരാണോ? 20 participants. അതെ അച്ഛാ. റൈറ്റ്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഓൺ ചെയ്യാമോ? നമുക്ക് ഞാനെങ്കിൽ കൂടുതലും ടീച്ചേഴ്സ് ആണ്, ജോയിൻ ചെയ്യാത്തവര് കൂടുതലും ടീച്ചേഴ്സ് ആണ്. ഓക്കെ. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നോയൽ, ദിയ, റയൻ, അനിൽ. റൈറ്റ്. അവർ വലിയ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ പറയണേ കുഞ്ഞുങ്ങളെ. വിൽ ട്രൈ ആൻഡ് ഹെൽപ്പ് യു ഔട്ട്. സാര ആൻഡ് ഡാനിയൽ. ബാക്കിയൊക്കെ ലെന, അന്ന, എബ്രഹാം, ബാക്കിയൊക്കെ ടീച്ചേഴ്സ് ആണ്. ജോഷ്, മാത്യു, അനിൽ. ടീച്ചേഴ്സിനും ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങളെ ആഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓരോ റൂമില്.
മഹിമാര് ഹെൽപ്പ് ചോദിച്ചെന്ന് പറഞ്ഞു. അച്ഛാ ഇനി എന്താ അച്ഛാ ഇവിടെ ചെയ്യേണ്ടത്? നമ്മുടെ ആ സ്ക്രീനിൽ കണ്ടതായ കോഡ് ഉണ്ടല്ലോ, ആ. സാറിന്റെ മൊബൈലിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് വെച്ച് ആ ഡീകോഡ് ചെയ്യാൻ, സ്ക്രീൻ ഷെയർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഡീകോഡ് ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യും. മനസ്സിലായോ സാറേ? കിട്ടുന്നല്ലേ, നോക്കട്ടെ അച്ഛാ. We talked about how, most answers. Now I'll just read out the most answers which came in. ഏറ്റവും കൂടുതൽ ആളുകൾ which felt was the Goliath was examination and misuse of social media, and also standing up to a bully. Maybe your ambitions are a Goliath, and all sorts of answers. COVID-19 is a Goliath. Yeah. So death, yes, you guys are scared of death. Yes, I get that. Right. There are Goliaths always in our life. There was a Goliath in David's life. Now, how did David overcome this Goliath? What did David do? David ചെയ്ത 3 കാര്യങ്ങളേ ഉള്ളൂ. And we'll just quickly think about what David did, and we'll see how David was able to overcome. Thank you guys. You guys are answering to me. So thank you so much. I can see the chat box. Thank you. Thank you so much. Yeah. But we were looking about David and Goliath. David Goliath story. Avarku problems undu. David had the biggest, Israelites had the biggest problem in Goliath. But how did they overcome? Firstly, what did David do? What did David do? He was faithful to what God has entrusted to him. Can one of you quickly read 1 Samuel chapter 17? Time illalla, ഞാൻ വായിക്കാം. Time illalla. Sir, I have to get. Yeah, thank you. No problem. You guys can be there. Quickly, I'll talk of the story very shortly. Right. 1 Samuel chapter 17. When we read from verse 34 to verse 37, അവിടെ ഒരു കാര്യം കാണുന്നു. ഡേവിഡ് പറയുന്നു, I take care of my father's sheep. അപ്പം ഒരു ഷീപ്പ് ഇങ്ങനെ, ഡേവിഡ് വാസ് എ ഷെപ്പേർഡ്. അപ്പൊ ഷെപ്പേർഡ് ഇങ്ങനെ ഷീപ്പിനെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലയൺ വന്നു. അടുത്ത ദിവസം ഒരു ബെയർ വന്നു. നിങ്ങൾ ലയനെ കണ്ടിട്ട് സിംഗം സൂര്യയുടെ മൂവി സിംഗം, അതുപോലെ സിംഹം, ലയൺ സൂര്യ അല്ല കേട്ടോ, ലയൺ. നിങ്ങൾ ട്രിവാൻഡ്രം സൂ ഒക്കെ നിങ്ങൾ എല്ലാവരും പോയിട്ടുള്ളതല്ലേ? റൈറ്റ്. ഞാൻ ഒരിക്കൽ പേരൂർക്കട VBS എടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞാണ് നമുക്ക് ട്രിവാൻഡ്രം സൂവിൽ പോവാം. അപ്പൊ ഉമ്മൻ സാർ പറഞ്ഞു ജോലച്ചൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സൂവിൽ പോകണ്ടാണ്. ഉമ്മൻ സാർ എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമായിക്കോട്ടെ, സാരമില്ല. നിങ്ങൾ എല്ലാവരും സൂവിൽ പോയിട്ടുണ്ട്. സൂവിൽ നമ്മൾ എന്തോ കാണും, അവിടെ സൂവിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ അവിടെ ലയൺ ഉണ്ട്. ലയൺ ഇസ് ദി കിങ് ഓഫ് ദി ജംഗിൾ അല്ലേ? സോ ലയൺ ഒക്കെ അവിടെ വന്നു. ഈ ലയണെ നിങ്ങൾക്ക് പേടിയാണോ നിങ്ങൾക്ക് സന്തോഷമാണോ ലയനെ കാണുന്നത്? ഓക്കെ, റൈറ്റ്. സൂവിൽ കിടക്കുന്ന ലയനെ കാണാൻ നമുക്ക് സന്തോഷം, എന്നാൽ നേരിട്ട് ലയനെ കാണാൻ നമുക്ക് പേടിയാണ്. സെയിം വേ ബെയർ ചിമ്പാൻസി പോലെ ഇങ്ങനെ വരിക, it tears you apart. So lion and bear were much healthier than David, much stronger than David. But David, when the lion and the bear came, David is telling, I saw the lion and the bear coming. I got hold of it. I killed the lion and the bear and saved the lamb. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഡേവിഡിന് ഒരു 100 ഷീപ്പ് ഉണ്ട്. എക്സാമ്പിൾ, ഡേവിഡ് അല്ല, ഡേവിഡിന്റെ ഫാദർ. ഡേവിഡിന്റെ ഫാദറിന്റെ പേര് ജെസ്സെ. So let's say Jesse had 100 sheep. ഒരു ഷീപ്പ് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? പെട്ടെന്ന് അറിയോ? പെട്ടെന്ന് പപ്പ അറിയോ? നിങ്ങളുടെ കയ്യിൽ 10 പേനയുണ്ട്, നിങ്ങളുടെ ഒരു പേന പോയാൽ വീട്ടിൽ അറിയോ? അറിയത്തില്ല. ഇനിയും let's now take another example. Okay, now let's take another instance. ഇനിയും ഡേവിഡിന്റെ 100 ഷീപ്പ് ഉണ്ട്, ഒരു ഷീപ്പ് പോയി. Let's say Jesse came to know. Jesse അറിഞ്ഞു. ഡേവിഡിന് പറയാലോ, പപ്പ ലയൺ വന്നു അല്ലെങ്കിൽ ബെയർ വന്നു, ഒരു ഷീപ്പിനെ എടുത്തോണ്ട് പോയി. പപ്പ വഴക്ക് പറയും, എന്തുവാടാ കാണിച്ചെന്ന് ചോദിക്കും.
എന്തോ പറയും? മോനെ നിനക്ക് പ്രശ്നമൊന്നുമില്ലോ എന്നല്ലേ പറയത്തുള്ളൂ. എന്തുവാ പറയുന്നത്? നിങ്ങൾ പറ. എന്തുവാ പറയുന്നു? ഒന്നും പറ്റില്ലല്ലോ എന്നല്ലേ പറയത്തുള്ളൂ, ദേഷ്യപ്പെടുത്തില്ലല്ലോ. എന്നാൽ what is happening over here? ഡേവിഡ് എന്തോ പറയുന്നു? David tells, I caught it by the jaw. I risked my life. I could have died, but I risked my life to save it. What is the message David is giving us? ഡേവിഡ് പറയുന്നു, എൻ്റെ പപ്പ വളരെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചതാണ്. I have to be careful. I have to faithfully take care of it. ഇന്നലെ ടീച്ചേഴ്സിന്റെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ കൂടിയപ്പോൾ I told them an instance. ഞാൻ പറഞ്ഞില്ല, I am in a school, 2 schools. അപ്പൊ ഒരു സ്കൂളിലെ ഒരു പേരന്റ് എന്നെ കാണാൻ വന്നു. പേരന്റ് പറഞ്ഞു, ഫാദർ വി ഹാവ് എ പ്രോബ്ലം. ഞാൻ ചോദിച്ചു എന്താ? ഫീസാണ്? അല്ല. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? പിള്ളേർക്ക് നെറ്റ് കിട്ടുന്നില്ലേ? അല്ല, അതൊന്നും അല്ല പ്രോബ്ലം. വാട്ട് ഇസ് ദ പ്രോബ്ലം? He told me, my son, he attends online classes. I said, wonderful, very good. What he does, Zoom കേറിയിട്ട് he'll say present ma'am when his name is called, for example Joel, present ma'am പറയും. എന്നിട്ട് he'll cut his video, he'll cut his audio, and then ഈ സ്ക്രീനിൽ വേറെ പരിപാടി he'll start playing. അത് ശരിയാണ്. ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ അങ്ങനെ നീ ചെയ്യല്ലെന്ന്. അത് കഴിഞ്ഞപ്പോൾ another parent came to me, and that parent said, father, we want PC. ഞാൻ ചോദിച്ചു, why do you want PC now? Father, I cannot afford to buy another mobile phone. ഞങ്ങളുടെ വീട്ടിൽ 2 മക്കളുണ്ട്. മൂത്ത മോന് ക്ലാസ് പഠിക്കണം, ഒരു മൊബൈൽ ഫോണേ ഉള്ളൂ. അവൻ അത് കൊണ്ടുപോകുമ്പോൾ ഇളയ മോന് പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണം? PC വേണം, ഞങ്ങൾ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു, പോട്ടെ സാരം, I'll arrange something. Don't take PC now. Let him study somehow. അപ്പൊ നമ്മളെ പോലെ പല കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഒക്കെ ഉണ്ട്. But there are many out there who do not have these. So when God is giving something to you, അതിനെ faithfully നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. ഡേവിഡ് നമുക്ക് കാണിച്ചു തരുന്ന നല്ലൊരു മോഡൽ അതാണ്. How did he overcome his worry? How did he overcome his problem? It was very simple. He overcame his problem, he overcame his worry by being faithful to God. So God has entrusted us many things. Are we faithful enough? Right? And then first പറഞ്ഞത് faithful കാര്യമാണ്. Being faithful to what God has entrusted you. There are always troubles and problems in this world, but never be dejected. We have to be faithful. Secondly, believe in God's promise. Now, what is God's promise? നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് verse 37 ഒന്ന് വായിക്കാമോ? 1 Samuel chapter 17 verse 37 ഒന്ന് വായിക്കാമോ? വായിച്ചോ പെട്ടെന്ന് വായിച്ചോ. The Lord who rescued me from the paw of the lion and the paw of the bear, rescue me from the hand of the Philistine. Thank you. The Lord who rescued me from the paw of the lion and the paw of the bear will rescue me from the hand of this Philistine. ഈ കൊച്ചിലെ എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് ഭയങ്കര ദേഷ്യമുള്ള ഒരു സബ്ജക്റ്റ്. I saw many of you putting in Hindi. मुझे भी हिंदी पसंद नहीं था. सबसे बकवास सब्जेक्ट था हिंदी, मुझे पता है. आप लोग इन्नलते गूगल फॉर्म some of you have typed in Hindi is a Goliath. So that's why I took French. French I കുറച്ചുകൂടെ സംസാരിക്കുന്ന രസമുണ്ട്. Bonsoir madame, comment ça va? Ça va bien, merci. French നല്ല രസമാണ്. But Hindi, कैसे हो, मैं ठीक हूँ, आप कैसे हो, blah blah blah. Hindi was problematic. Same way social studies was problematic. At some time in history, someone did something, and 200 years, 300 years later, I am also studying. First war of independence, 1857, Mangal Pandey, what social studies? But social studies was always a problem. My mother is a teacher. Okay. ഇത് അച്ഛാ റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ അല്ലേ വിജി അച്ഛാ? ഇത് എങ്ങും പോകുന്നില്ല. ടോപ്പ് സീക്രട്ട് ഒരു കാര്യം പറയാം, പുറത്ത് പറയരുത്, എന്നെ നാണം കെടുത്തരുത്. ടോപ്പ് സീക്രട്ട് ഡീലാണേ. ഇത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പ്ലീസ്, ഞാൻ ഒരു അച്ഛനല്ലേ, എന്നെ പറയല്ലേ. അപ്പൊ എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ല. എൻ്റെ അമ്മ ഇസ് എ ടീച്ചർ. ഗെസ് ഹർ സബ്ജക്ട് ഇസ്, വാട്ട് ഇസ് ഹർ സബ്ജക്ട്? ഷീ വാസ് എ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ. ഓക്കെ, അപ്പൊ എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ല. ഷീ ഈസ് എ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ.
She did not teach me, which I was happy for. And he class in Atrampur and his friends and a Kali Akbar. Look at him, his mother is teaching. This guy doesn't know anything Kali Akbar. So I was happy. Oh, thank God. My mother, when she's a teacher, but she's not teaching. But she knew this. But she called me up one day and said, Monengiva. She said, I can study social studies through Christ who strengthens me. This is Bible. Philippians 4:13. I can do all things through Christ who strengthens me. Paul പറയുക. അമ്മ ചുമ്മാ പറ്റിക്കൽ. അമ്മ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും. You need to say this every day. I can study social studies through Christ who strengthens me. ഞാൻ പറഞ്ഞു okay. So I'm in my 10th board exam വരിക. I don't like two subjects. I don't like social studies. I do not like biology. The rest all are okay. I like. Not biology, dry. Social studies. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തു. എഞ്ചിനീയറിംഗ് എടുത്തപ്പോൾ ഫസ്റ്റ് ഡേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂറോണിന്റെ ഡയഗ്രാമാണ് പഠിപ്പിച്ചായിരുന്നു. അതോടെ ഞാൻ അതും ഇങ്ങനെ ദേഷ്യമായി പോയി. പോട്ടെ സാരി. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ I started telling every day, I can study social studies. I can study social studies. Slowly, what happened? I started improving my marks. I started getting wonderful marks. ഇതെങ്ങനെ സാധിച്ചത്? എന്റെ മിടുക്കല്ല. It is because God showed his grace on me. So whenever we have problems or we know that there is a problem in front of us, we need to tell it, I can overcome this problem through Christ who strengthens me. Because David എന്താ പറയുന്നത്? The God who saved me from the paw of the lion and from the paw of the bear will save me from the hand of this Philistine. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോ എക്സ്പീരിയൻസസ് ഉണ്ട്. ദൈവം നമ്മളെ വഴി നടത്തിയതായ എക്സ്പീരിയൻസസ് ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും? There will be problems, but we need to keep up faith. Like David said, in my past there was a God who helped me. That same God is living today. I can overcome it. I can do it. എന്നൊരു ഫീലിംഗ് വന്നു. ഈ നൈക്കി ഷൂ കണ്ടിട്ടുണ്ടോ? നൈക്കി ഷൂസ് നല്ല ഷൂസാണ്. Just do it in അവരുടെ ആ ഒരു ടാഗ്ലൈൻ. Just do it. ഒരു ടിക്ക് മാർക്കിട്ട് just do it. We also need to say this. I can do it. How? There is a God who helped me in the past, who will help me in the future. So believe in God's promise at all times. Believe in God's promise. Now, time is almost getting over. We'll quickly close for today. Right? Third one. Face problems through God. Face problems through God. Can one of you please read verse 45? 17:45. David said to the Philistine, you come against sword and spear and javelin, but I came against you in the name of the Lord Almighty, the God of the armies of Israel, whom you have defied. Thank you. You come to me in the name of the sword, the sword, the javelin and the spear, but I come against you in the name of the Lord, the God of hosts, the Lord of the armies of Israel, whom you have defied. A problem on divide. You are coming me with your spear full on prepared on Goliath. I know you are standing here. You have a spear, you have the spear, you have the sword, you have the javelin. Neeraj Chopra അതുപോലെ javelin ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ റെഡിയാണ്. എന്നാൽ I have only how many stones? 5 stones and 1 sling. 5 stones and 1 sling. 5 കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്നതാ ആ പാട്ട്. 5 കല്ല്, 5 stones and 1 javelin. But that is not what I rely on. I believe in a God. But നമുക്ക് എപ്പോഴും problems കാണും. How best am I able to overcome? David നിൽക്കുന്നു, Goliath നിൽക്കുന്നു. 5 കല്ല് വേണ്ടി വന്നു. 5 കല്ലെടുത്തു. Did David use all 5? Or did David use only 1 stone? Or did David use 2 stones, 3 stones, 4 stones? One stone. One stone. Right. 1 stone. Thank you. ഇനി നിങ്ങൾ ആൻസർ ചെയ്യുവാണെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സ് നോക്കുവായിരുന്നു. Right. You can just answer on the chat box. Right. For 1 stone എടുത്തുള്ളൂ. ബാക്കി 4 stones എന്ത് ചെയ്യും?
മോൻസൺ മാവങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ബിജി അച്ഛന്റെ കയ്യിലുണ്ടോ? ഒരു കൊല്ലേ ഉള്ളൂ, ബാക്കി 4 എന്ത് ചെയ്യും? പോട്ടെ. The point is simple. When God is with you, now you read of 1 Samuel chapter 17, verse 4 to verse 7, we find everything of Goliath was covered. Spear ഉണ്ട്, കാല് മൊത്തം ക്രാഷ് ഗാർഡ് ഉണ്ട്, എൽബോ ഗാർഡ് ഉണ്ട്, ആങ്കിൾ ഗാർഡ് ഉണ്ട്, റിസ്റ്റ് ഗാർഡ് ഉണ്ട്, എല്ലാ ഗാർഡും ഉണ്ട്. ഹെൽമെറ്റ് ഉണ്ട്, ഇവിടെ ഹെൽമെറ്റ് ഉണ്ട്, എവറിത്തിങ് ഇസ് there. But there was this small area which was unguarded. And ഒറ്റ ത്രോ എറിഞ്ഞുള്ളൂ. So if God is there with you, even if you do a lot of preparation, even if there is a worry to face the worry that you have, you will not even require half or even half or a quarter of that of what you have prepared. 5 stones in the 1/4 എത്ര? 1.25. അത്രയൊന്നും വേണ്ടി വന്നില്ല ഡേവിഡിന്. He just required 1 stone, 1 throw. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ ഇതുണ്ട്, ഡാർട്സ് കളിക്കാൻ നോക്കും, ആ ബുൾസായി അടിക്കാൻ നോക്കും. എനിക്ക് ഒരിക്കലും കിട്ടാറില്ല. Probability is 1 out of 1,000. In 1,000 throws, maybe one time I'll get bullseye. Yeah, that is how pathetic I am with darts. Now David, because God was there with him, കല്ലെടുത്ത് ഒറ്റ കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്നു. I firmly believe it was God who made the stone travel in such a way it hits the forehead part of Goliath. So Goliath was a giant. A small stone made the giant fall. Are we able to overcome problems? നമുക്ക് എല്ലാവർക്കും problems. How best can I overcome them? ഞാൻ ഫസ്റ്റ് പറഞ്ഞു, be faithful to what God has entrusted you. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛാ 5 minutes കൂടെ അച്ഛാ, കുഴപ്പമില്ലല്ലോ? താങ്ക് യു. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ PT പീരിയഡ് നമ്മളിങ്ങനെ പുറത്ത് പോകുന്ന സമയം, അല്ലെങ്കിൽ റിസസ് പീരിയഡ്, നമുക്ക് വി ഹാവ് 1 hour ഓഫ് റിസസ്. ബ്രേക്കാ, ലഞ്ച് ബ്രേക്കാണ്. അപ്പൊ നമ്മൾ ലഞ്ച് പെട്ടെന്ന് അങ്ങ് കഴിക്കും. എന്നാൽ നമ്മൾ എന്താ വെച്ചാൽ ഓടിപ്പോയി കളിക്കും. ഇതും ടോപ്പ് സീക്രട്ടാ. പക്ഷെ ഈ കാര്യം നിങ്ങൾ പുറത്ത് പറഞ്ഞാൽ പ്രശ്നമില്ല. ആദ്യത്തെ കാര്യം പുറത്ത് പറയരുത്. ഇത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, സാരമില്ല. അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിന്റെ പേര് ദീപൻ. അപ്പൊ ദീപൻ ഈ മാത്സ് പഠിക്കാൻ കുറച്ച് പ്രയാസം, മാത്സ്. അപ്പൊ മൈ മദർ ലൈക്ക് ഐ സെഡ് ഇസ് എ ടീച്ചർ. അപ്പൊ എന്റെ അമ്മ ഒരു ദിവസം പറഞ്ഞു, മോനെ നീ ലഞ്ച് പീരിയഡ്, ലഞ്ച് ബ്രേക്കിൽ നീ കുറച്ചു നേരം ദീപനെ മാത്സ് പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ഐ ഹാവ് ടു ഗോ ആൻഡ് പ്ലേ. അമ്മ പറഞ്ഞു, no, don't worry. You study, you teach him maths. I'll make sure that when you come back from school, 1 hour അല്ലേ മോൻ പഠിക്കുന്നത്, അത് കളിക്കുന്നത്, after you come back from school, അതൊരു 1.5 hours ആക്കാം. കൊള്ളാലോ, ഡീല് കൊള്ളാലോ. അപ്പൊ 3:30 കഴിയുമ്പോൾ സ്കൂൾ വിടും, 4 o'clock ആകുമ്പോൾ വീട്ടിൽ എത്തും. 4 to 5:30, 5 o'clock വരെ നേരത്തെ ടൈം, 5:30 വരെ കളിക്കാൻ പറ്റും. ഓ ഡീൽ. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ദീപനെ ഞാൻ പിടിച്ചിരുത്തി. ദീപനോട് ഞാൻ ഇങ്ങനെ മാത്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. So Deepan slowly started improving in maths. So Deepan പറഞ്ഞു, എന്നാ ജോയൽ, I am good at social studies. Do one thing, I will teach you social studies. I thought about it. I said, okay, let me just think about it. ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സി ദീപൻ എന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ പോവാം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അമ്മ ചോദിച്ചു, അതിന് ഞാൻ പറഞ്ഞു അല്ല, അപ്പൊ ഞാൻ സോഷ്യൽ സ്റ്റഡീസ് സ്കൂളിലെ പഠിച്ചിട്ട് വരാം. So give me that 15 minutes extra for playing. 5:30 വരെ, 5:45 വരെ എനിക്ക് ടൈം തരാം. പറഞ്ഞു ഓക്കെ, മോൻ സ്കൂളിൽ പഠിച്ചോ, ഇവിടെ ഒന്ന് കളിച്ചോ, പ്രശ്നമില്ല. അപ്പൊ ലഞ്ച് ബ്രേക്കിൽ ഞങ്ങൾ പെട്ടെന്ന് ലഞ്ച് കഴിക്കും. സോ അബൌട്ട് 15-20 minutes I teach him maths. After that he teaches me social studies. പിന്നെ ഒരു 10 minutes കിട്ടും, ഞങ്ങൾ ഓടിപ്പോയി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് വിൽ കം ബാക്ക്. അപ്പൊ അങ്ങനെ slowly what happened? Deepan started improving his maths mark. I also started improving my social studies mark. So our friends are someone God has entrusted us. Our siblings, sisters, brothers. ഇപ്പം ഒരാൾ ഇന്ന് ആൻസർ ചെയ്തത്, my little sister is a Goliath for me എന്നാണ് എനിക്ക് ആൻസർ ചെയ്തത് ഗൂഗിൾ ഫോം. No offense, I agree. Sometimes നമുക്ക് അത് തോന്നൽ കാണും. We'll be thinking about that tomorrow on family relationships tomorrow. This is something God has entrusted us. Are we faithful in that? Can I faithfully say, this God will help me?
എനിക്ക് ആ ഒരു വിശ്വാസം. Be faithful to what God has entrusted you. Your mobile phones, your gadgets, your friends, your sisters, your brothers, your parents. There are many out there who do not have any of these. This is something God has entrusted you. Be faithful to it. Number 2, believe in God's promise. The God who helped me in the past will help me in the future. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കും. This God will help me. This God will guide me. ആ ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. And thirdly, every problem, face it through God. Never worry. Be wonder. And you can always find God working for us at our every instance of our life. നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഇന്നത്തെ കാര്യം നമ്മൾ ഇത്രയും പറഞ്ഞു. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി this FBP. F is faithful, B is believe, and P is facing problems. So അല്ലെങ്കിൽ FBF എന്ന് വേണേൽ വിളിച്ചു. FBF, faithful, believe, and facing problems. Be faithful to what God has given you. Believe that the God who helped me in the past will help me in the future. And no matter how big the problem is, we need to tell the problem, I have a bigger God. Problem, you are big, I agree. But I have a bigger God who will help me overcome you. So everyone is born gifted. No one is a mistake, right? And I would have showed you a video of this guy. He's a very motivational guy for me. Nick James Vujicic. Kayyu illa, kaalu illa. Many of you would have seen him. And he continues to be an inspiration. He tells us, I have problem, but there is a God who helps me. Nick James Vujicic. Right. So quickly, നമുക്ക് ഇന്നത്തേക്ക് ഒരു മെമ്മറി വേഴ്സ് പഠിക്കാം. ഞാൻ നിങ്ങൾ ഈ ഡാൻ ബ്രൗണിന്റെ ബുക്സ് വായിച്ചിട്ടുണ്ടോ? ഡാൻ ബ്രൗൺ നല്ലൊരു ഓത്തർ. ഡാൻ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് അല്ലെങ്കിൽ ഡാവിഞ്ചി കോഡ്. ഓക്കെ, സോ ഐ ലൈക്ക് റോബർട്ട് ലാംഡൻ. അപ്പൊ അതുകൊണ്ട് ഒരു ഡീകോഡിംഗ് ടാസ്ക് കൂടെ നിങ്ങൾക്ക്, ഒരു ട്രഷർ ഹണ്ട് കൂടെ നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഓൾ ഓഫ് യു കെൻ ട്രൈ ദിസ്. ഈവൻ ദ ടീച്ചേഴ്സ് ഡു നോട്ട് നോ ദിസ്. മറ്റേ ടീച്ചേഴ്സിന് അറിയാം. ദിസ് വൺ ദ ടീച്ചേഴ്സ് ഓൾസോ ഡസന്റ് നോ. BGHനും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. So what you need to do, A is equal to 1, B is equal to 2, C is equal to 3, D is equal to 4, E is equal to 5, F is equal to 6, blah, 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 Z is equal, Y is equal to 25, Z is equal to 26. അങ്ങനെയാണെങ്കിൽ decode this. Okay, now this is all alphabet. And this is 2 numbers. This is 1 number, this is the second number. ആ നമ്പേഴ്സിന്റെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. Okay, so quickly decode this. അത് ഒരു ബൈബിൾ വേഴ്സ്. ആ ബൈബിൾ വേഴ്സ് നിങ്ങൾ എടുത്ത് വായിക്കണേ. Sir, 10 ആണോ അത്? അത് ഞാൻ പറയത്തില്ല. Okay, I'll give it to you this way. Fine, അത് സമയം പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. 10 എന്ന് വന്നാൽ it is J, alphabet J. 20 എന്ന് വന്നാൽ it is alphabet T. Okay, so it is 10 is alphabet J, 20 വന്ന alphabet T ആണ്. Okay, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കും. ആൻസർ കിട്ടുകയാണെങ്കിൽ ചാറ്റ് ബോക്സ് ഇട്ടേക്കണേ. A is equal to 1, B is equal to 2, C is equal to 3. അങ്ങനെ ആണെങ്കിൽ what is this? അത് കഴിഞ്ഞ് ഇതിപ്പോ എളുപ്പമാണ്. ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയാം. Sir, Right. can you repeat Thank the you. clues? Thank you. Hannah over here, Hannah Susan, are you here? Can you please unmute and tell the answer if you're here? Hannah. Jeremiah 29 verses 11. Thank you so much, sweetheart. This was Jeremiah. This was 29. That was 11. അതാണ് നമ്മൾ ഇന്നത്തെ verse. Jeremiah chapter 29 verse 11. What does God say here? For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to give you hope and a future.
നമുക്കിത് പെട്ടെന്ന് പഠിച്ചാൽ ഈ വേഴ്സ് quickly shall we learn this verse, right? Just repeat after me, all right? For I know the plans I have for you, declares the Lord. For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to prosper you and not to harm you. Okay, നമുക്ക് quickly ഒന്നുകൂടെ വരാം. For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. And now finally, plans to give you hope and the future. Plans to give you hope and the future. Jeremiah chapter 29, verse 11. Right? നമുക്ക് quickly ഒന്നുകൂടെ നമുക്ക് പറഞ്ഞിട്ട് we'll close for today. Right? 1, 2, 3. ഒരുമിച്ച് 1, 2, 3. For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to give you hope and a future. Jeremiah chapter 29, verse 11. So I hope all of you have studied it. There is a God who has a plan for us. He will never make us be defeated. God will always guide us. നമ്മൾ ചെയ്യേണ്ട whenever problem comes, COVID ആയിരിക്കാം, don't get worried, don't get overstressed. There is a God who has the perfect plan for us. For I know the plans I have for you, declares the Lord. Plans to prosper you and it is not to harm you. Plans to give you hope and a future. Be faithful to whatever God has entrusted us. Believe in God's promise. God who helped me in the past will help me in the future. And 3, whenever problem comes, face these problems through God, and eventually all of us will succeed. Thank you so much for listening to me thus far. Let's quickly close our eyes, join our hands, let's pray. Father God, we thank you for this time that you have given us. We thank you for enabling us to gather together today as the VBS senior camp of the Trivandrum Center Sunday School. God, we know that you are a father who empowers us. Whenever worries comes, whenever problem comes, let us not look down, let us not feel defeated, but help us to look up to you and say, this God is a living God. Help us to be faithful to all you have given us. Help us to believe in your promise at all times. And help us to face all our problems through God. Lord Father, we pray for our Sunday schools, we pray for our parishes, we pray for all our Achins leading us. Especially we pray for BG Achin, we pray for all our Sunday school teachers, we pray for our Sunday school inspector, we pray for the Marthoma Church, all our bishops and all the Achins in this church. Continue to be with each one of us. We also pray for all of us who are going to write our exams in the coming weeks. Help us to write the exam. Be with each one of us and bless us. Help us all of us to have a good night's sleep this evening. Help us to wake up in the morning, praise your name, and come in the evening back for the second day of our senior camp. Guide us and be with us. In Jesus' name we pray. Amen. Acha, over to you.